ഹലോ എവ്രിവൺ, നമുക്കിന്ന് സർവ്വമായയെ പറ്റി സംസാരിച്ചാലോ? സർവ്വമായ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, കുറേ പേരിനും കാണാനുണ്ടാവും. ഞാൻ ഒട്ടും സ്പോയിലർ അല്ലാത്ത രീതിയിൽ എനിക്ക് തോന്നിയ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ, എനിക്ക് ഒട്ടും ടെക്നിക്കലി അങ്ങനെ പറയാനൊന്നും അറിയില്ല കേട്ടോ. ഞാനങ്ങനെ സിനിമയെപ്പറ്റി വലുതായിട്ട് കാര്യമായിട്ട് അങ്ങനെ പഠിച്ച ഒരാളോ അറിയാവുന്ന ഒരാളോ ഒന്നുമല്ല. ആസ് എ പ്രേക്ഷക എന്ന നിലയ്ക്ക് എനിക്കെന്താണ് ആ സിനിമ കണ്ടിട്ട് തോന്നിയത് അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇന്നലെയാണ് പോയിട്ട് സിനിമ കാണുന്നത്. ആക്ച്വലി നല്ലൊരു തിയേറ്ററാണ്, എന്ന് പറഞ്ഞിട്ട് സ്വാതി തിയേറ്റർ. ഞങ്ങൾ അവിടെ പോയി കാണുന്നത്. ഇത്തിരി വൈകിയാണ് കയറുന്നത്, കാരണം ഞങ്ങൾക്ക് ഇവിടുന്ന് ഇറങ്ങാനൊക്കെ ലേറ്റ് ആയത് കാരണം ഞങ്ങൾ ചെന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. അപ്പോൾ തുടക്കമൊന്നും കാണാൻ പറ്റിയില്ല, എന്നാലും കണ്ടു തുടങ്ങി. നിവിൻ്റെ ഇൻട്രോ ഒന്നും കാണാൻ പറ്റിയില്ല, പക്ഷെ ഞങ്ങൾ കണ്ടു തുടങ്ങിയായിരുന്നു. ആദ്യം തൊട്ടിങ്ങനെ ഞാൻ എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്നൊരു സ്റ്റോറി, അല്ലെങ്കിൽ നമുക്ക് ഹൊറർ കോമഡി എന്നൊരു ജോണറാണ്. പക്ഷേ ഹൊറർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൊറർ ഉണ്ടല്ലോ, ഈ മറ്റേ പല്ലക്കുള്ള നഖമൊക്കെയുള്ള അങ്ങനത്തെ ഒരു ഹൊറർ, അതേ അല്ല സിനിമ പറയുന്ന ഹൊറർ വേറൊരു ഹൊററാണ്. അത് നമുക്ക് ഇത്തിരി ക്യൂട്ടായിട്ടുള്ള, നിവിൻ ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞ പോലത്തെ ഒരു ക്യൂട്ട് മൂവി, ഒരു ക്യൂട്ട് പ്രേതം, ഒരു ക്യൂട്ട് നായകൻ, അങ്ങനത്തെ ഒരു ക്യൂട്ട് മൂവി, അതാണ് സർവ്വമായ. അതിൽ എല്ലാവരും നമ്മൾ കുറേ കാലം ആയിട്ട് കണ്ട നിവിൻ അജു പെയർ, അവരൊരു കോംബോ, പിന്നെ റിയ ഷിബു അതിനകത്തിലെ ഡെലുലു. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ ഒരു അടിപൊളിയാണിത്. എനിക്ക് ശരിക്കും വർക്കായ നല്ല രസമുള്ളൊരു മൂവി എന്ന് പറഞ്ഞാൽ എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ് കേട്ടോ ഇത്. ചിലപ്പോൾ ഈ പടം കണ്ടിട്ട് വർക്കാവാത്തവരുണ്ടാവാം, ചിലപ്പോൾ ഭയങ്കരമായിട്ട് വർക്കായ എന്നെപ്പോലെ ഉള്ളവരുണ്ടാവാം. ഇത് ഞാൻ എൻ്റെ മാത്രം ഒപ്പീനിയനാണ് പറയുന്നത്. എനിക്ക് ശരിക്കും വർക്കായി. ഞാൻ കുറേ ഇടങ്ങളിൽ അടുത്തുള്ളവരുണ്ട് അല്ലെങ്കിൽ ആൾക്കാരുണ്ട് ഇതൊന്നും നോക്കാതെ ഞാൻ ഒത്തിരി സൗണ്ടിൽ ചിരിച്ചു തിയേറ്ററിൽ. എൻ്റെ കൂടെ തന്നെ ആ തിയേറ്റർ ഫുള്ള് ചിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വർക്കായ ഒരു പടം എന്നൊക്കെ പറയുമ്പോൾ അതൊരു അടിപൊളി പടമായിരിക്കുമല്ലോ. അപ്പം നിവിനാന്നേലും എനിക്കെന്തോ പണ്ടത്തെ ആ താടി വെച്ച നിവിൻ, ഞാനൊരു നിവിൻ പോളി ഫാനാണ്. മീൻസ് മലർവാടി തൊട്ട് ഇങ്ങോട്ട് നിവിൻ്റെ എല്ലാ പടങ്ങളും കണ്ട് നിവിൻ്റെ അടുത്ത് ആരാധനയുള്ള ഒരു ആരാധിക, അതാണ് ഞാൻ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നിവിൻ്റെ ഒരു പടം എന്ന് പറയുമ്പോൾ അത് നല്ലൊരു പടമാണെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തരുന്ന സന്തോഷം ഭയങ്കരമായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ആസ്വദിച്ചൊരു പടം. അത് കഴിഞ്ഞ് ഞാൻ പറയില്ലേ, എനിക്ക് കണക്റ്റ് ആവാം, ചിലപ്പോൾ മറ്റൊരാൾക്ക് കണക്റ്റ് ആവാതിരിക്കാം. ഇപ്പം എനിക്ക് കണക്റ്റ് ആയി, പക്ഷേ എൻ്റെ ഹസ്ബൻഡിന് കണക്റ്റ് ആയില്ല. എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചത് എന്നാ പടമാണ് ഇത്, അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നെപ്പോലെ ആ തിയേറ്ററിൽ നിന്ന് കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു. കുറേ പേർക്കെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയുമോ, കുഞ്ഞു കുട്ടികൾ തൊട്ട്, എൻ്റെ കുഞ്ഞിന് ഏതാണ്ട് 2.5 വയസ്സ്, അവൾ തൊട്ട് നല്ല പ്രായമുള്ള അമ്മമാർ വരെ വന്നിരുന്ന് സിനിമ കാണുന്നു, ചിരിക്കുന്നു, സന്തോഷിക്കുന്നു. അത് ഭയങ്കര ഒരു മൊമെൻ്റാണ് കേട്ടോ. കാരണം കുഞ്ഞു കുട്ടികൾ തൊട്ട് വലിയ പ്രായമായവർക്ക് വരെ ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരേപോലെ കാണാൻ പറ്റുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ അടിപൊളിയാണ്. അങ്ങനെ എന്നാ ഭയങ്കര ഒരു അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഒരു ക്യൂട്ട് പടം. എൻ്റെ മോളാണെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ അത് ചേച്ചി ചേട്ടൻ അങ്ങനെ പറഞ്ഞ് അവൾ വരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് എൻജോയ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പം ആലോചിച്ച് നോക്കുമ്പം നമുക്കൊക്കെ എന്തോ ഒരു ഇഷ്ടപ്പെടും. അപ്പം ഞാൻ ഒരു ഹൗസ്ഫുൾ തിയേറ്ററിലാണ് ഇരുന്ന് കാണുന്നത്. ഇപ്പോഴും ഈ പടത്തിന് ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ്. ഞാൻ രാവിലെ കയറി നോക്കിയിട്ട് ബുക്ക് ചെയ്തതാണ്. വൈകുന്നേരം ആയപ്പോഴത്തേനും ടിക്കറ്റേ ഇല്ല, ഫുള്ള് പോയി. ഹൗസ്ഫുൾ ഷോയാണ് ഞാൻ കണ്ടത്. അതിൻ്റെ ഒരു 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 ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ വാവ്, അതാണ് ആ പടം. ഞാൻ പറയില്ല, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അഖിൽ സത്യൻ അന്തിക്കാടിൻ്റെ മകൻ. അപ്പം പുള്ളിക്ക് വർക്കറിയാവുന്ന പയ്യനാണ്. അപ്പോൾ നന്നായിട്ട് ചെയ്തു, നല്ല പടം. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ടെക്നിക്കലി അങ്ങനെ പറയാനൊന്നും അറിയില്ല. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ അങ്ങനെയൊന്നും എനിക്ക് ഞാൻ എൻജോയ് ചെയ്തു. ഞാനൊരു പ്രേക്ഷക എന്ന നിലയ്ക്ക് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ ആ പടത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, കുറേ ചിരിച്ചു, ചെറിയ രീതിക്ക് ഇമോഷണലായി. പിന്നെ ഡെലുലു കേട്ടോ, പുള്ളിക്കാരത്തെയാണ് ഇതിൻ്റെ സെൻറ്റർ ക്യാരക്ടർ. പുള്ളിക്കാരത്തിന് ചുറ്റും ഇങ്ങനെ കറങ്ങി നടക്കുന്ന ക്യാരക്ടേഴ്സ്. ആക്ച്വലി പുള്ളിക്കാരത്തെ ഒരു പ്രൊഡ്യൂസറാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും പുള്ളിക്കാരത്തെ പ്രൊഡ്യൂസറാണെന്നൊക്കെ. പക്ഷെ
പുള്ളിക്കാർത്തി ആക്ടിങ്ങിലോട്ട് വരുമ്പോണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലേ ഭയങ്കര ക്യൂട്ടാണ്. ഇക്കാലത്തിന് ക്യൂട്ടെന്ന് പറഞ്ഞാൽ അത് ക്യൂട്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നുന്നവരാണ്. പക്ഷെ പുള്ളിക്കാരത്തി ക്യൂട്ടാട്ടോ. എനിക്കെന്തോ പുള്ളിക്കാരത്തിൻ്റെ ചിരിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ തമ്മിലുള്ള കോംബോ സെറ്റായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അടിപൊളി. എല്ലാവരെയും കോംബോ ആട്ടോ. ഇതിനകത്തിൽ ഓരോരുത്തരെയും കോംബോസ് അടിപൊളിയായിരുന്നു. ആക്ച്വലി അതിൽ കുറേ ആക്ടേഴ്സ് ഉണ്ട്. മീൻസ് എനിക്ക് അറിയാത്തതുകൊണ്ടാട്ടോ. ജനാർദ്ദൻ ഉണ്ട്, അജു ഉണ്ട്, നിവിൻ ഉണ്ട്, അങ്ങനെ മധു വാര്യർ അല്ല, അങ്ങനെ പേര് എനിക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ അതിൻ്റെ മറ്റേ ഗൂഗിൾ കയറി സെർച്ച് ചെയ്ത് നോക്കിയൊന്നുമില്ല. ഞാൻ കണ്ടു, ആ എക്സൈറ്റ്മെൻറ്റിൽ വന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കുറേയേറെ പേരുണ്ട് കേട്ടോ. നമ്മുടെ അംഗസേ കൂടെ അതിനകത്തിലെ ആക്ട്രസ്സൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തൊരു നായികയാണ്. പ്രിയ വാര്യരുണ്ട്, ജസ്റ്റ് വന്ന് പോകുന്നൊരു റോളുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ചേറെ ആക്ടേഴ്സ് ഉണ്ട്. ലൈക്ക് അടിപൊളിയാണ്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും പോയിട്ട് കാണുക കേട്ടോ. തിയേറ്ററിൽ പോയി കാണുക. വെറുതെ എന്തിനാണ് എക്സ്പീരിയൻസ് മിസ്സാക്കുന്നത്? തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കാം. നമുക്കൊക്കെ ഒറ്റവട്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റുമോ? ഒറ്റ സെക്കൻഡ് മോള്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് വെറുതെ കളയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. എല്ലാവരും പോയി കാണും. ഇപ്പോൾ തന്നെ ഏതാണ്ട് 125 കോടി, ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ അങ്ങനെ ഉണ്ട്, 125 കോടി എന്നാണ് പറയണത്. അപ്പോൾ അത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അത്രയും പേർക്ക് ഇഷ്ടപ്പെടുന്നു, അത്രയും പേര് കാണുന്നു, ഒരു വട്ടം കണ്ടു, ഒരു വീണ്ടും കാണുന്നു. എൻ്റെ കുട്ടിയാണ്. അപ്പോൾ എല്ലാവരും പോയി കാണാം. നല്ല പടമല്ലേ? നമുക്ക് കുറേ നേരം ചിരിക്കാം, ടെൻഷനൊക്കെ മറന്ന് കുറച്ച് നേരം അടിപൊളിയായിട്ട് ചില്ലായിട്ടിരിക്കാം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ OTT വന്ന് കാണുന്ന ഒരു രസമില്ലാത്ത ഏർപ്പാടാണെന്നേ. എനിക്ക് പേഴ്സണലി അതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ ഏത് പടം ഇറങ്ങിയാലും എനിക്കോട് പറയും വാ നമുക്ക് പോയി കാണാമെന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങനത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഈ ചെറിയൊരു സ്ക്രീനിൽ കാണുമ്പം നമുക്ക് എന്ത് കിട്ടാനാ? അത് എല്ലാവരും കൂട്ടിരുന്ന് അങ്ങനെ കാണേണ്ട പടം അങ്ങനെ തന്നെ പോയി കാണാം. അപ്പോൾ എല്ലാവരും പോയിട്ട് സിനിമ കാണുക. അടിപൊളി പടം കേട്ടോ, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ ബൈ.